ഇനി ഗോതമ്പ് ഉൽപാദനത്തിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. രണ്ടാം സംസ്ഥാനം മധ്യപ്രദേശാണ്. മൂന്നാം സംസ്ഥാനമാണ് പഞ്ചാബ്. പെട്ടെന്ന് ചിലപ്പോൾ ഗോതമ്പ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പഞ്ചാബിനാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്. ബട്ട് ഗോതമ്പിന്റെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ഇപ്പോൾ നിലവിൽ പുതിയ കണക്ക് പ്രകാരം ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബാണ്. കൂട്ടുകാരെ, നമുക്കൊരു സൂപ്പർ റിവിഷൻ നടത്താം. 100 ചോദ്യങ്ങൾ. SCERT NCERT സ്റ്റേറ്റ്മെന്റ് 50 എണ്ണം, അതുപോലെ 2023 കറണ്ട് അഫേഴ്സ് 50 ചോദ്യങ്ങൾ. വരാൻ പോകുന്ന LDC, LGS, CPO പരീക്ഷയിൽ എന്തായാലും ഇവിടുന്ന് ചോദ്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് വളരെ ഉഷാറോടുകൂടി മടി വല്ലതും ഉണ്ടെങ്കിൽ ഇതൊക്കെ കൊണ്ട് മാറ്റി വെച്ച് എന്നിട്ട് ഇങ്ങോട്ട് വാ, നമുക്ക് 100 ചോദ്യം പഠിക്കാം. അതിനുശേഷം 20 മിനിറ്റ് ടൈം മാത്രം തന്നുകൊണ്ട് എൻട്രി ആപ്പിൽ പരീക്ഷയുണ്ട് ഈ 100 ചോദ്യങ്ങളുടെ. ആ 20 മിനിറ്റിൽ എത്ര എണ്ണം ശരിയാക്കാൻ പറ്റിയെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ 100 ചോദ്യങ്ങളുടെ PDF നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവും. കമ്മ്യൂണിറ്റിയിൽ കയറി വന്ന് അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് പോയാലോ? നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഒന്നാമത്തത് കൊട്ടേഷൻ നമ്മുടെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില വാക്കുകളാണ് അല്ലെ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ആരാ പറഞ്ഞേ? എബ്രഹാം ലിങ്കൺ. ജനാധിപത്യം സഹിഷ്ണുതയാണ്, നമ്മളോട് യോജിക്കുന്നവരോട് മാത്രമല്ല വിയോജിക്കുന്നവരോട് കൂടിയുള്ള സഹിഷ്ണുതയാണ്. പറഞ്ഞതാരാ? ജവഹർലാൽ നെഹ്റു. ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനമാണ് ജനാധിപത്യം. പറഞ്ഞത് അമർത്യ സെൻ ആണ്. ഗാന്ധിജി പറഞ്ഞു ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. പറഞ്ഞതാരാ? ഗാന്ധിജിയാണ് അല്ലെ. അപ്പൊ ഈ 4 എണ്ണവും തെറ്റിച്ചു തരും, നിങ്ങൾ ശരിയാക്കി എഴുതണം. ഓക്കെ, അടുത്തിലേക്ക് പോകാലോ. യെസ്, രണ്ടാമത്തത് രാജാ രവിവർമ്മയെ കുറിച്ചാണ്. രണ്ടാമത്തത് നമ്മുടെ രാജാ രവിവർമ്മയെ കുറിച്ച് പാഠപുസ്തകത്തിലുള്ളതാണ്. രാജാക്കന്മാരിലെ ചിത്രകാരൻ, ചിത്രകാരന്മാരിലെ രാജാവ് എന്നിങ്ങനെയാണ് രാജാ രവിവർമ്മയെ വിശേഷിപ്പിക്കാറുള്ളത്. 1848 ഏപ്രിൽ 29 കിളിമാനൂർ കൊട്ടാരത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യൻ ചിത്രകാരന്മാർക്കിടയിൽ അധികം പ്രചാരമല്ലാതിരുന്ന എണ്ണച്ചായം എന്ന മാധ്യമം വിദേശികൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത വിധം മികച്ച രീതിയിൽ പ്രയോഗിച്ചു എന്നതും തന്റെ ചിത്രങ്ങൾക്ക് സാധാരണക്കാർക്ക് പോലും വീട്ടിൽ ലഭ്യമാക്കിയെന്നതും രവിവർമ്മയുടെ മേന്മകളിൽ ചിലതാണ്. കഴിഞ്ഞില്ല. മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി 1873 മദ്രാസ്, വിയന്ന എന്നിവിടങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തു. ശകുന്തള, ഹംസദമയന്തി, ജിപ്സികൾ എന്നിവ ഈ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ, രാജാവർമ്മയുടെ ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ്. കാദംബരി എന്ന ചിത്രത്തിന്റെ രചനയ്ക്കിടയിൽ ഒക്ടോബർ 2 മഹാനായ ആ ചിത്രകാരൻ നമ്മളെ വിട്ടുപിരിഞ്ഞു. സീതാ സ്വയംവരം, സീതാപഹരണം, ശ്രീകൃഷ്ണ ജനനം, തമിഴ് മഹിളയുടെ സംഗീതാലാപനം, അതുപോലെ തന്നെ ഗാലക്സി ഓഫ് മ്യൂസിഷ്യൻസ് ഇവയൊക്കെ പ്രധാനപ്പെട്ട വരകളാണ്, ചിത്രങ്ങളാണ്. അപ്പൊ ഇതൊക്കെ മറക്കരുത്. മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി, ശകുന്തള, ഹംസദമയന്തി, ജിപ്സികള്, കാദംബരി, സീതാ സ്വയംവരം, സീതാപഹരണം, ശ്രീകൃഷ്ണ ജനനം, തമിഴ് മഹിളയുടെ സംഗീതാലാപം, ഗാലക്സി ഓഫ് മ്യൂസിഷ്യൻസ്. ഇനി 1971 ഏപ്രിൽ 29 രാജാ രവിവർമ്മ സ്റ്റാമ്പ് പുറത്തിറക്കി. രാജാ രവിവർമ്മ തിയോഡോർ ജെൻസൺ എന്ന ഡച്ച് ചിത്രകാരനിൽ നിന്നാണ് എണ്ണച്ചായ രചനാ സമ്പ്രദായം പഠിച്ചതെന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെയാണ് മക്കളെ. അടുത്തത് അബനീന്ദ്രനാഥ് ടാഗോർ. ചിത്രകാരനും എഴുത്തുകാരനുമായ അബനീന്ദ്രനാഥ് ടാഗോർ 1871 ഓഗസ്റ്റ് 7 കൊൽക്കത്തയിലെ ജറാസംഗോയിലാണ് ജനിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ സഹോദരി പുത്രനാണ്. പാശ്ചാത്യ ചിത്രരചനാ രീതികൾക്കെതിരായിട്ട് ഇന്ത്യയുടെ തനത് രചനാ രീതികൾ ഉൾപ്പെടുത്തി സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം ആരംഭിച്ചു. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം ആരംഭിച്ചത് അബനീന്ദ്രനാഥ് ടാഗോർ. ഇത് പിന്നീട് ബംഗാൾ സ്കൂൾ മൂവ്മെന്റ് എന്ന പേരിൽ അറിയപ്പെട്ടു. യാത്രയുടെ അവസാനം, ഭാരതമാത, വിക്ടറി ഓഫ് ബുദ്ധ, ദ പാസിംഗ് ഓഫ് ഷാജഹാൻ, ഗണേശ് ജനനി എന്നിവ പ്രശസ്ത ചിത്രങ്ങളാണ്. എപ്പോഴും ഭാരതമാത ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് പ്രധാനപ്പെട്ട അബനീന്ദ്രനാഥ് ടാഗോറിന്റെ ചിത്രങ്ങളാണ്. യാത്രയുടെ അവസാനം, ഭാരതമാത, വിക്ടറി ഓഫ് ബുദ്ധ, ദ പാസിംഗ് ഓഫ് ഷാജഹാൻ, ഗണേശ് ജനനി. കഴിഞ്ഞില്ല. അടുത്തത് MF ഹുസൈനിലേക്ക് പോവാണ്. അടുത്ത മറ്റൊരു ചിത്രകാരനാണ്. മക്ബൂൽ ഫിദ ഹുസൈൻ എന്നാണ് MF ഹുസൈൻ അദ്ദേഹത്തിന്റെ മുഴുവൻ പേരാണ് മക്ബൂൽ ഫിദ ഹുസൈൻ. അപ്പൊ MF ഹുസൈൻ 1915 സെപ്റ്റംബർ 17 ബോംബെയിലെ പന്താപൂരിലാണ് ജനിച്ചത്. ശക്തിയുള്ള രേഖകളും തെളിഞ്ഞ നിറങ്ങളും ഹുസൈൻ ചിത്രങ്ങളുടെ പ്രത്യേകതകളാണ്. ബോംബെ കേന്ദ്രമാക്കി ആരംഭിച്ച ബോംബെ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് MF ഹുസൈൻ ആണ്. പാവങ്ങളുടെ അമ്മ, കുതിരകൾ എന്നിവ പ്രശസ്ത ചിത്രങ്ങളാണ്. ഗജഗാമിനി, ത്രൂ ദി ഐസ് ഓഫ് എ പെയിന്റർ എന്നീ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ചിത്രകലയ്ക്കുള്ള പരമോന്നത ബഹുമതിയായ രാജാ രവിവർമ്മ പുരസ്കാരം നൽകി കേരളവും പത്മശ്രീ, പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി ഭാരതവും ഈ മഹാപ്രതിഭയെ ആദരിച്ചിട്ടുണ്ട്. നഗ്നപാതനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് MF ഹുസൈൻ. അടുത്തത് അമൃത ഷെർഗിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രകാരിയാണ്. ഇന്ത്യൻ ചിത്രകാരികളിൽ പ്രമുഖയായ അമൃത 1917 ജനുവരി 30 ഹംഗറിയിലെ ബുഡാപെസ്റ്റിലാണ് ജനിച്ചത്. ഇന്ത്യക്കാരനായ ഉംറാവു സിംഗ് ആണ് പിതാവ്. അമ്മ ഹംഗറിക്കാരിയായ മരിയ
അങ്ക്വാനുത്തുമാണ്. നമുക്ക് അത് പ്രധാനപ്പെട്ട പോയിന്റ് അല്ല. അടുത്തത് 1921 ഇന്ത്യയിലെത്തി. കേവലം ഒരു ദശകം കൊണ്ട് ചിത്രകലയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അമൃത 20-ാം നൂറ്റാണ്ടിലെ ചിത്രകലയിൽ പുതിയ ആവിഷ്കാരത്തിനുടമയായ പ്രമുഖ ചിത്രകാരി, നവീന ഇന്ത്യൻ ചിത്രകലയിലെ അഗ്രഗാമി എന്നീ നിലകളിൽ വിശേഷിപ്പിക്കപ്പെടുന്നു. വധുവിന്റെ ചമയം, യാചകർ, ഗ്രാമീണർ, മദർ ഇന്ത്യ, ബ്രഹ്മചാരികൾ, ഹൽദി തയ്യാറാക്കുന്നവർ, സിഖ് ഗായകർ എന്നിവ പ്രശസ്ത സൃഷ്ടികളാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഏതൊക്കെയാ? വധുവിന്റെ ചമയം, യാചകർ, ഗ്രാമീണർ, മദർ ഇന്ത്യ, ബ്രഹ്മചാരികൾ, ഹൽദി തയ്യാറാക്കുന്നവർ, സിഖ് ഗായകർ എന്നിവ പ്രശസ്ത സൃഷ്ടികളാണ്. 1941 ഡിസംബർ 5-ന് 28-ാമത്തെ വയസ്സിൽ അമൃത ഷെർഗിൽ അന്തരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് അമൃത ഷെർഗിലിന്റെ രചനകൾ, വരകൾ. അതുകൊണ്ട് പ്രത്യേകം അത് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് നമ്മൾ കാനായി കുഞ്ഞിരാമനാണ്. 1937 ജൂലൈ 25-ന് കാസർഗോഡ് ജില്ലയിലെ കട്ടമത്താണ് ജനിക്കുന്നത്. മദ്രാശിയിലെ ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് 1960-ൽ 1-ാം ക്ലാസ്സോടെ ശില്പകലയിൽ ഡിപ്ലോമ കരസ്ഥമാക്കി. പ്രശസ്ത ചിത്രകാരനായ KCS പണിക്കരായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ. ചിത്രകലയിൽ നിന്ന് ശില്പകലയിലേക്കുള്ള മാറ്റം അവിചാരിതമായിരുന്നു. അടുത്ത ആദ്യം തകരപ്പാളികളിൽ കൊത്തുപണി തുടങ്ങി. തകരപ്പാളിയിൽ തീർത്ത അമ്മ എന്ന ശില്പം ഒരു കലാകാരൻ തന്റെ സമൂഹത്തിൽ നിന്നും, ചിത്രത്തിൽ നിന്നും, ചരിത്രത്തിൽ നിന്നും, കേട്ടുകേൾവിയിൽ നിന്നും ആവോളം പ്രചോദനം ഉൾക്കൊള്ളുന്നു എന്നതിന്റെ മകുടോദാഹരണമാണ്. ഞാൻ എന്തിനാണ് ഈ പോയിന്റ് ഒക്കെ വായിക്കുന്നത് ചോദിച്ചാൽ ഇത് സ്കൂൾ പാഠപുസ്തകത്തിലുള്ള പോയിന്റ് ആയതുകൊണ്ട് വായിച്ചു പോവുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പറയുന്നത് ചോദിച്ചാൽ ഇത് ഓൾറെഡി നമ്മളൊരു 5 എപ്പിസോഡായിട്ട് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് റിവിഷൻ ആയതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. ചിലപ്പം ആദ്യമായിട്ട് കാണുന്നവർക്ക് സാർ എന്താ ഇത്ര സ്പീഡിൽ പോകുന്നത് തോന്നിപ്പോകും. സോ നമ്മൾ ഓൾറെഡി ഈ വീഡിയോസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോയതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ സ്പീഡിൽ പോകുന്നത്. യക്ഷി, അതായത് മലമ്പുഴ ഡാമില് ഉള്ളത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഇതാണ് യക്ഷി. അതുപോലെ തന്നെ ശംഖ് വേളി കടപ്പുറത്തുള്ളതാണ്. PSC ഇവിടെ ഇത് ഓരോ സ്ഥലത്തും ഏതൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മലമ്പുഴ ഡാമിൽ യക്ഷി, വേളിക്കടപ്പുറത്ത് ശംഖ്, ജലകന്യക ശംഖുമുഖം കടപ്പുറത്താണ്. അതുപോലെ തന്നെ പയ്യാമ്പലം കണ്ണൂരിലാണ് അമ്മയും കുഞ്ഞും. അതുപോലെ തന്നെ കൊച്ചിയിലാണ് മുക്കോല പെരുമാൾ. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ ചിലതാണ്. അപ്പൊ ഇത് ഓരോന്നും എവിടെയാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് രാജാരവിവർമ്മ പുരസ്കാരം 2005-ൽ ലഭിച്ചു. തിക്കുറിശി അവാർഡ് 2006-ൽ ലഭിച്ചു. MS നഞ്ചുറാണ്ടു ദേശീയ അവാർഡ് 2018-ൽ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് നമ്മുടെ കാനായി കുഞ്ഞിരാമന് ലഭിച്ചിട്ടുണ്ട്. ഇനി പോകുന്നത് എഴുത്തുകാരിലേക്കാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താണ്, കലയുമായി ബന്ധപ്പെട്ട മറ്റ് ചിത്രരചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന എഴുത്തുകാരിലേക്കാണ്. തകഴി ശിവശങ്കരപ്പിള്ളയാണ് ആദ്യത്തെ ആള്. നമുക്കറിയാം എപ്പോഴും PSC ഇഷ്ട എഴുത്തുകാരനാണ് തകഴി ശിവശങ്കരപ്പിള്ള. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ നോവലിസ്റ്റ് ആണ്. ആലപ്പുഴ ജില്ലയിലെ തകഴിയിലാണ് ജനിക്കുന്നത്. വക്കീലായിരുന്നു. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയാണ് അല്ലെ. മാനസിക അപഗ്രഥനത്തിലൂന്നിയ ചെറുകഥകൾ എഴുതി. സമൂഹത്തിലെ വിവിധ തലങ്ങളിലെ മനുഷ്യരുടെ ജീവിതം പ്രമേയമാക്കി നോവലുകൾ എഴുതി. തിരുവനന്തപുരത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിതം ഏണിപ്പടികളിലും, കുട്ടനാടിലെ കർഷകരുടെ ജീവിതം കയറ്, രണ്ടിടങ്ങഴി എന്ന നോവലുകളിലും, മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ചെമ്മീനിലും, ആലപ്പുഴ പട്ടണത്തിലെ തോട്ടികളുടെ ജീവിതം തോട്ടിയുടെ മകൻ എന്ന നോവലിലും അദ്ദേഹം ആവിഷ്കരിക്കുകയുണ്ടായി. തോറ്റില്ല ഒരു നാടകമാണ്. എന്റെ വക്കീൽ ജീവിതം ഓർമ്മക്കുറിപ്പാണ്. ഘോഷയാത്ര, അടിയൊഴുക്കുകൾ, തിരഞ്ഞെടുത്ത കഥകളാണ് തുടങ്ങിയവയാണ് തകഴി ശിവശങ്കരപ്പിള്ളയുടെ പ്രധാനപ്പെട്ട കൃതികൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. കഥാപാത്രങ്ങളും കൃതികളും അദ്ദേഹത്തിന്റെ തകഴി ശിവശങ്കരപ്പിള്ളയുടെ കൃതികളിലെ കഥാപാത്രങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കുക. രണ്ടിടങ്ങഴി എന്ന കഥയിലെ അല്ലെങ്കിൽ അതിലെ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് കോരനും ചിരുതയും ചാത്തനും. ചെമ്മീനിലെ കഥാപാത്രങ്ങളാണ് ചെമ്പൻ കുഞ്ഞ്, കറുത്തമ്മ. കയറിലെ കഥാപാത്രങ്ങളാണ് ക്ലാസിക് പേര്, അതുപോലെ തന്നെ കോടാത്ര മൂത്താശാൻ. അതുപോലെ തോട്ടിയുടെ മകലിലെ കഥാപാത്രമാണ് ചുടലിമുത്തു. അനുഭവങ്ങൾ പാളിച്ചകൾ ചെല്ലപ്പൻ. ഏണിപ്പടികൾ തങ്കമ്മ. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, കൃതികൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത രണ്ടാമത്തെ എഴുത്തുകാരിയിലേക്ക് പോവുകയാണ്. P. വത്സല. മനുഷ്യന്റെ വേദനകളും സ്വപ്നങ്ങളും കഥകളിലേക്ക് ആവാഹിച്ച എഴുത്തുകാരിയാണ് P. വത്സല. 1938-ൽ കോഴിക്കോട് ജനിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഗൗതമൻ, മരച്ചോട്ടിലെ വെയിൽച്ചീളുകൾ, മലയാളത്തിന്റെ സുവർണ കഥകൾ, വേറിട്ടൊരു അമേരിക്ക, അശോകനും അയാളും, മൈഥിലിയുടെ മകൾ, ആദിജലം, നെല്ല്, കൂമൻകൊല്ലി, വിലാപം, നീളുറങ്ങുന്ന വഴികൾ, പോക്കുവെയിൽ പൊൻവെയിൽ എന്നിവ പ്രധാനപ്പെട്ട കൃതികളാണ്. ഈ കൃതികളിൽ പലതും PSC ചോദിച്ചിട്ടുള്ളതാണ്. നീളുറങ്ങുന്ന വഴികൾ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1975-ൽ ലഭിച്ചു. 2007-ൽ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചു. 2019-ൽ കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചു. 2021-ൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു. മറക്കണ്ട, P. വത്സല. ഇനി അടുത്തയിലേക്ക് പോവാണ്. അടുത്ത എഴുത്തുകാരൻ ജോസഫ് മുണ്ടശ്ശേരി. തൃശൂരിലെ കണ്ടശാംകടവിൽ ജനനം. സാഹിത്യ വിമർശകൻ, അധ്യാപകൻ, വാഗ്മി, വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലകളിൽ ബഹുമുഖനായ വ്യക്തി. കൊഴിഞ്ഞ ഇലകൾ ആത്മകഥയാണ്. ആരുടെ ആത്മകഥ? ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. കാവ്യപീഠിക, നാടകാന്തം, കവിത്വം, മാറ്റുലി, വായനശാലയിൽ, മാനദണ്ഡം, പ്രൊഫസർ, കൊന്തയിൽ നിന്ന് കുരിശിലേക്ക്, പാറപ്പുറത്ത് വിതച്ച വിത്ത് തുടങ്ങിയവ പ്രധാനപ്പെട്ട കൃതികളാണ്. കേരളത്തിലെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി, കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ,
വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി സ്മാരകം ചെമ്പുകാവ് തൃശ്ശൂരിലാണ്. ഓക്കെയാണ്, പോയിന്റ് കഴിഞ്ഞു. അടുത്തത് AR രാജരാജവർമ്മ. ചങ്ങനാശ്ശേരിയിലാണ് ജനനം. കേരള പാണിനി എന്നറിയപ്പെടുന്നു. അധ്യാപകൻ, സംസ്കൃത പാഠശാല ഇൻസ്പെക്ടർ, സംസ്കൃത കോളേജ് പ്രിൻസിപ്പൽ തുടങ്ങിയ പദവികൾ വഹിച്ചു. കേരള പാണിനീയം, ഭാഷാഭൂഷണം, വൃത്തമഞ്ജരി, സാഹിത്യസാഹ്യം, ശബ്ദശോധിനി, മധ്യമ വ്യാകരണം തുടങ്ങിയ ഭാഷയ്ക്ക് അടിസ്ഥാനം നൽകിയ പ്രാമാണിക കൃതികളും ഭാഷാകുമാര സംഭവം, മലയാള ശാകുന്തളം, മലയവിലാസം, പ്രസാദമാല തുടങ്ങിയ കൃതികളും ARന്റെ പ്രധാനപ്പെട്ട സംഭാവനകളാണ്. കേരള പാണിനീയം മലയാള വ്യാകരണത്തിന്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതിയാണ്. മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥമായി കണക്കാക്കുന്നതും കേരള പാണിനീയമാണ്. കുമാരനാശാന്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? AR രാജരാജവർമ്മയാണ്. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ടാണ് കുമാരനാശാൻ പ്രരോദനം എന്ന കൃതി രചിച്ചത് എന്നതും കൂടി ഓർത്തിരിക്കുക. കഴിഞ്ഞില്ല. അടുത്തത് മലയാള ഭാഷയും അച്ചടിയും. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമേതാ? സംക്ഷേപ വേദാർത്ഥമാണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യം നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാ? അർണോസ് പാതിരിയാണ്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. എന്നാൽ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഓർക്കുക, ഇംഗ്ലീഷ് മലയാളം ബെഞ്ചമിൻ ബെയ്ലി, മലയാളം ഇംഗ്ലീഷ് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. അടുത്തത് നമ്മൾ ഇനി ചരിത്രത്തിലേക്ക് പോവുകയാണ്. തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട, ഇത് പ്ലസ് ടു പാഠപുസ്തകത്തിലെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. തിരുവിതാംകൂറിലെ ചില പ്രധാനപ്പെട്ട വർഷങ്ങൾ: 1927 ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള ജനകീയ പ്രക്ഷോഭം തിരുവിതാംകൂറിൽ ആരംഭിച്ചത് 1927ലാണ്. 1929 ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ ജനകീയ സമ്മേളനം 1929 തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയുണ്ടായി. 1932 C. കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ് എന്നിവരുടെ നേതൃത്വത്തിൽ അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വത്തടിസ്ഥാനത്തിന് പകരം ജനസംഖ്യാടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ടായിരുന്നു സമരം സംഘടിപ്പിക്കപ്പെട്ടത്. അടുത്ത 1938 ഉത്തരവാദ ഭരണം നേടുന്നതിനായി പട്ടം താണുപിള്ള ആദ്യ പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. രാജ്യമൊട്ടാകെ സിവിൽ നിയമലംഘന സമരം നടന്നു. അക്കമ്മ ചെറിയാൻ നയിച്ച സ്റ്റേറ്റ് കോൺഗ്രസ് ആക്ഷൻ കൗൺസിലിന്റെ വമ്പിച്ച പ്രകടനം തിരുവനന്തപുരത്ത് നടന്നതും 1938ലാണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത വർഷം പാഠപുസ്തകത്തിൽ പറയുന്നു കൊച്ചിയിലെ പ്രധാനപ്പെട്ട വർഷങ്ങൾ. 1921 കേരള പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം, ഇതെല്ലാം കൊച്ചിയിലാണ് കേട്ടോ. എറണാകുളത്ത് വെച്ചിട്ട് കേരള പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നു. അതുപോലെ തന്നെ 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം കൊച്ചിയിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പല സംഭവങ്ങളും കൊച്ചി കടപ്പുറത്തുമായിട്ടൊക്കെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. 1936 തൃശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ ഏജൻസി ഏൽപ്പിക്കാനുള്ള ദിവാൻ ഷൺമുഖം ചെട്ടിയുടെ തീരുമാനത്തിനെതിരായിട്ട് തൃശൂരിൽ വൈദ്യുതി പ്രക്ഷോഭം നടക്കുന്നു. 1941 VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ അധ്യക്ഷതയിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം നിലവിൽ വരുന്നത് 1941ലാണ്. 42 പ്രജാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 1946 കൊച്ചിയിൽ ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രജാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭം. 1948 ഈ ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി കൊച്ചിയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രജാമണ്ഡല മന്ത്രിസഭ നിലവിൽ വരുന്നു. പ്രജാമണ്ഡലം ഔപചാരികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിക്കുന്നതും 1948ലാണ്. അടുത്തത് മലബാറാണ്. 1920 കുടിയായ്മ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം, നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും ഒക്കെ നടക്കുന്നത് 1920ലാണ്. 1921 T. പ്രകാശത്തിന്റെ അധ്യക്ഷതയിൽ ഒറ്റപ്പാലത്ത് വെച്ച് ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനം നടക്കുന്നു. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, CD കോയ തങ്ങൾ, ആലി മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനും ഭൂപ്രഭുത്വത്തിനും എതിരായി മലബാർ കലാപം. 90 മാപ്പിള കലാപകാരിൽ 61 പേർ തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോയി അടച്ചുപൂട്ടിയ ഗുഡ്സ് വാഗണിൽ യാത്രാമധ്യേ ശ്വാസം മുട്ടി മരണപ്പെടുന്നു. ഇത് വാഗൺ ദുരന്തം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോ കേരള KPC രൂപീകരണം, അതുപോലെ തന്നെ ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനം, മലബാർ കലാപം, പിന്നെ വാഗൺ ട്രാജഡി, ഇതെല്ലാം 1921ലാണ്. 1930 K. കേളപ്പൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, E. മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരൻ, P. കൃഷ്ണപിള്ള, R.V. ശർമ്മ തുടങ്ങിയവർ നയിച്ച ഉപ്പു സത്യാഗ്രഹം. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസ് വരെ AK ഗോപാലന്റെ പട്ടിണി ജാഥ. 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും കോഴിക്കോട് നടന്ന കീഴരിയൂർ ബോംബ് കേസും. ഓക്കെ, ഇനി അടുത്തത് ഇതേ പാഠപുസ്തകത്തിൽ പ്ലസ് ടു പാഠപുസ്തകത്തിൽ പറയുന്ന മറ്റു പ്രധാനപ്പെട്ട ചില വർഷങ്ങളാണ്. മലബാറിൽ 1792 മലബാർ ശ്രീരംഗപട്ടണ ഉടമ്പടിയിലൂടെ, അതായത് ശ്രീരംഗപട്ടണ ഉടമ്പടി എന്ന് പറയുന്നത് ടിപ്പു സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കുന്നത് ശ്രീരംഗപട്ടണ ഉടമ്പടിയിലൂടെയാണ്. അതുപോലെ തന്നെ മലബാർ മദ്രാസ് സർക്കാരിന്റെ കീഴിലായത് 1800ലാണ്. ഈ രണ്ട് കാര്യങ്ങൾ മറക്കണ്ട. മലബാറുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട വർഷങ്ങളാണ് 1792 1800. 1792 ശ്രീരംഗപട്ടണ ഉടമ്പടിയിലൂടെയാണ് മലബാർ ടിപ്പു സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത്. 1800ലാണ് മലബാർ മദ്രാസ് സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാവുന്ന അല്ലെങ്കിൽ കീഴിലാവുന്നത്.
കൊച്ചിയെ പറയുമ്പോൾ 1791 1800 വർഷം. 1791 ബ്രിട്ടീഷുകാരുമായുള്ള ഒരു ഉടമ്പടിയിലൂടെ, കൊച്ചി ഉടമ്പടിയിലൂടെ കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായി. 1800 കൊച്ചി മദ്രാസ് സർക്കാരിന്റെ നിയന്ത്രണത്തിന് കീഴിലായി. തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ 1795 1805. 1795 ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കൊയ്മ അംഗീകരിച്ചു. 1805 ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടിയിലൂടെ തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യ രാജ്യമായി മാറുന്നു. ഈ വർഷങ്ങൾ മറക്കണ്ട: മലബാർ, കൊച്ചി, തിരുവിതാംകൂർ. അടുത്തത് മിഷണറി സംഘങ്ങളാണ്. നമുക്കറിയാം 3 മിഷണറി സംഘങ്ങളുണ്ട്. അതിന്റെ പ്രവർത്തന മേഖല നോക്കുക. ഒന്ന് ലണ്ടൻ മിഷൻ സൊസൈറ്റി, അത് പ്രവർത്തന മേഖല തിരുവിതാംകൂർ ആണ്. അടുത്തത് ചർച്ച് മിഷൻ സൊസൈറ്റി CMS, പ്രവർത്തന മേഖല കൊച്ചിയിലും തിരുവിതാംകൂറിലുമാണ്. അടുത്തത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, അതായത് BEM, എവിടെയാണ് പ്രവർത്തന മേഖല? മലബാറിലാണ്. ഓക്കെയാണ്. അടുത്തത് നമുക്കറിയാം പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യമായി ബന്ധപ്പെട്ട് നമ്മുടെ 10ാം ക്ലാസ് പാഠപുസ്തകത്തിലുള്ള പ്രധാനപ്പെട്ട അക്കാദമികൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളും അതിന്റെ പ്രവർത്തന മേഖലയും ആസ്ഥാനവും ഒക്കെയാണ്. ഒന്നാമത് സംഗീത നാടക അക്കാദമി. പ്രവർത്തനങ്ങൾ: ദി നാഷണൽ അക്കാദമിക് ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇതിന് മുൻപ് അറിയപ്പെട്ടിരുന്നത്. സംഗീതത്തിന്റെയും നാടകത്തിന്റെയും പ്രോത്സാഹനമാണ് സംഗീത നാടക അക്കാദമിയുടെ ലക്ഷ്യം. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അടുത്ത ലളിതകലാ അക്കാദമി. ഇന്ത്യക്ക് അകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചരണം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ് ലളിതകലാ അക്കാദമി. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സാഹിത്യ അക്കാദമി. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനമാണ് സാഹിത്യ അക്കാദമിയുടെ ലക്ഷ്യം. ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. അടുത്തത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായി സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നുണ്ട്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അടുത്ത നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രഥമമായ ലക്ഷ്യം. ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. അടുത്തത് പരിഷ്കരണ പ്രസ്ഥാനം. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും പരിഷ്കർത്താക്കളും ആശയങ്ങളുമാണ്. ആദ്യം ആര്യ സമാജം. ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആശയങ്ങൾ: വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തതാണ് ആര്യ സമാജം. സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്തത് രാമകൃഷ്ണ മിഷൻ. സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. എന്താ ലക്ഷ്യം? ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വാതന്ത്ര്യ ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചതും സ്വാമി വിവേകാനന്ദന്റെ രാമകൃഷ്ണ മിഷനിലൂടെയാണ്. അടുത്തത് അലിഗഡ് പ്രസ്ഥാനം. ആരാണ് സ്ഥാപകൻ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. എന്താ ലക്ഷ്യം? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് വാദിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അടുത്ത പ്രാർത്ഥനാ സമാജം. ആത്മാറാം പാണ്ഡുരംഗ് സ്ഥാപിച്ച പ്രാർത്ഥനാ സമാജം. മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടത് പ്രാർത്ഥനാ സമാജമാണ്. സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗ്. അടുത്തത് തിയോസഫിക്കൽ സൊസൈറ്റി. ആനി ബെസന്റ് സ്ഥാപിച്ച തിയോസഫിക്കൽ സൊസൈറ്റി ഹിന്ദുമതത്തിലെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ടു. അടുത്ത ഹിതകാരണി സമാജം. ആരാണ്? വീരേശലിംഗം പന്തുലുവാണ്. എന്താണ് ലക്ഷ്യം? വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചരണം നടത്തി. അടുത്ത സത്യശോധക് സമാജം. ജ്യോതിബ ഫുലെയുടെ സത്യശോധക് സമാജം ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. പിന്നാക്ക വിഭാഗങ്ങൾക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. അടുത്ത സ്വാഭിമാന പ്രസ്ഥാനം. EV രാമസ്വാമി നായിക്കർ സ്ഥാപിച്ച സ്വാഭിമാന പ്രസ്ഥാനം ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. അടുത്തത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു. പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊണ്ടു. കഴിഞ്ഞില്ല കേട്ടോ. അടുത്തത് പ്രധാനപ്പെട്ട കമ്മീഷനുകൾ. നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകളാണ്. ഒന്നാമത്തത് 1948 ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ. ലക്ഷ്യങ്ങൾ എന്താ? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ് ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ശുപാർശകൾ ഇതാണ്: തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അതായത് UGC രൂപീകരിക്കണം. 1953 UGC രൂപീകൃതമാവുകയും ചെയ്തു. ഇതാണ് രാധാകൃഷ്ണ കമ്മീഷൻ 1948. അടുത്തത് 1952 ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ. എന്താ ലക്ഷ്യം? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനം. അതാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ശുപാർശകൾ ഇതാണ്: ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം, അതുപോലെ തന്നെ സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം, വിവിധ ഉദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കണം, അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. ആരാ പറഞ്ഞേ? മുതലിയാർ കമ്മീഷനാണ്. അടുത്തത് 1964 ഡോക്ടർ S കോത്താരി കമ്മീഷൻ. ഇതാണ് ലക്ഷ്യം: വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശമാണ് കോത്താരി കമ്മീഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ശുപാർശകൾ ഇതാണ്: 10 +2 +3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് പറഞ്ഞത് ആരാണ്? കോത്താരി കമ്മീഷനാണ്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണമെന്ന് പരാമർശിച്ചതുമാരാണ്? കോത്താരി കമ്മീഷനാണ്. യെസ്. അടുത്തത് നമ്മുടെ കാലരേഖയാണ്. +2 പാഠപുസ്തകത്തിലുള്ള പ്രധാനപ്പെട്ട ചില വർഷങ്ങളും സംഭവങ്ങളുമാണ്. 1915 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരികെ എത്തുന്നു. 1917 ഗാന്ധിജിയുടെ ഇന്ത്യയിൽ ആദ്യ സത്യാഗ്രഹ സമരം ചമ്പാരൻ സമരം. 1918
ഗുജറാത്തിലെ ഖേദയിലെ കർഷക സമരവും അഹമ്മദാബാദിലെ തൊഴിലാളി സമരവും. 1919 റൗലറ്റ് സത്യാഗ്രഹം മാർച്ച് ഏപ്രിൽ മാസത്തിലായിട്ടാണ്. 1919 തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1921 നിസ്സഹകരണം ഖിലാഫത്ത് പ്രസ്ഥാനം. 1928 ബർദോളിയിലെ കർഷക സമരം. 1929 ലാഹോർ സമ്മേളനം ഡിസംബറിലാണ്. പൂർണ്ണ സ്വരാജ് കോൺഗ്രസിന്റെ ലക്ഷ്യമാക്കി പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള 1929 ഈ ലാഹോർ സമ്മേളനത്തിലാണ്. അടുത്ത 1930 നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നു. ദണ്ഡി സമരയാത്ര മാർച്ച് ഏപ്രിൽ മാസത്തിലായിട്ട്. അടുത്ത 1931 ഗാന്ധി ഇർവിൻ സന്ധി. രണ്ടാം വട്ടമേശ സമ്മേളനം നടക്കുന്നതും 1931 ഒന്നാം വട്ടമേശ സമ്മേളനം 30, 2 31, 3 1932 മൂന്നാം വട്ടമേശ സമ്മേളനം. 1935 ഇന്ത്യ ഗവൺമെന്റ് നിയമം ചില തരത്തിലുള്ള ഒരു പ്രാതിനിധ്യ സർക്കാർ രൂപീകരിക്കാനുള്ള വാഗ്ദാനം ബ്രിട്ടീഷുകാർ നൽകുന്നു. 1939 കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെക്കുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നു. 1946 വർഗീയ കലാപം അവസാനിപ്പിക്കാൻ ഗാന്ധിജി നൌഖാലിയിലും മറ്റ് കലാപബാധിത പ്രദേശങ്ങളിലും സന്ദർശിക്കുന്നു. ഇത്രയുമാണ് ചില പാഠപുസ്തകത്തിൽ കൊടുത്തുള്ള പ്രധാനപ്പെട്ട വർഷങ്ങളും സംഭവങ്ങളും. അടുത്തത് നമ്മൾ ജോഗ്രഫിയിലേക്ക് കയറുകയാണ്. നദികൾ മെനഞ്ഞ സമതലങ്ങൾ നമുക്ക് നോക്കാം. ചില നിക്ഷേപത്തിന്റെ ഫലമായിട്ട് നമുക്കറിയാം പലതരത്തിലുള്ള സമതലങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് അല്ലെ. അത്തരത്തിൽ സമതലവും രൂപീകരണത്തിന് കാരണമായ നദി നമുക്ക് നോക്കാം. പഞ്ചാബ് ഹരിയാന സമതലം. സിന്ധുവും പോഷക നദികളും കാരണമായി രൂപപ്പെട്ട സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം. രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗ സമതലങ്ങൾ രൂപപ്പെട്ടത് ലൂണി സരസ്വതി നദികൾ കൊണ്ടാണ്. അടുത്ത ഗംഗാ സമതലം, പേരിൽ തന്നെയുണ്ട് ഗംഗയും പോഷക നദികളും. അടുത്ത അസമിലെ ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്രയും പോഷക നദികളും. അപ്പൊ ഇവിടെ ബ്രഹ്മപുത്ര സമതലവും ഗംഗാ സമതലവും ഓർക്കാൻ പാടില്ല. ബാക്കിയുള്ളത് എന്ത് ചെയ്യുക? പഞ്ചാബ് ഹരിയാന, സിന്ധു നമുക്ക് ഓടി വരും അല്ലെ, സിന്ധു പോഷക നദികളും. രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ ലൂണി സരസ്വതി നദികൾ മറക്കണ്ട. അടുത്തതിലേക്ക് പോവാം. അടുത്തത് ഹിമാലയ നദികളുടെയും ഉപദ്വീപ് നദികളുടെയും പ്രത്യേകതകളാണ്. ഹിമാലയൻ നദികൾ ഹിമാലയ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഉപദ്വീപ് നദിയോ ഉപദ്വീപ് പീഠഭൂമിയിലെ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഹിമാലയ നദി അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമുണ്ട്. എന്നാൽ ഉപദ്വീപ് നദികൾക്ക് താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമാണ്. അടുത്ത ഹിമാലയ നദികൾക്ക് അപരദന തീവ്രത കൂടുതലാണ്. എന്നാൽ ഉപദ്വീപ് നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. അടുത്ത ഹിമാലയ നദികൾ പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞു പൊളഞ്ഞു ഒഴുകുകയും ചെയ്യുന്നു. എന്നാൽ ഉപദ്വീപ് നദികൾ കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. അടുത്ത ഹിമാലയ നദികൾ ഉയർന്ന ജലസേചന ശേഷിയുണ്ട്. എന്നാൽ ഉപദ്വീപ് നദികൾക്ക് കുറഞ്ഞ ജലസേചന ശേഷിയാണ്. ഹിമാലയ നദികൾ സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുണ്ട്. എന്നാൽ ഉപദ്വീപ് നദികൾക്ക് ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത താരതമ്യേന കുറവാണ്. അപ്പൊ ഈ പ്രത്യേകത നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും ചോദിക്കാം. അടുത്ത കൃഷ്ണ നദിയിലേക്ക് പോവാണ്. ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപ് നദിയാണ് കൃഷ്ണ നദി. പാതാളഗംഗ, തെലുങ്ക് ഗംഗ എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്ന നദിയാണ് കൃഷ്ണ നദി. അർദ്ധഗംഗ എന്ന പേരിലും കൃഷ്ണ നദി അറിയപ്പെടുന്നുണ്ട്. കൃഷ്ണ നദിയുടെ ഉത്ഭവം മഹാബലേശ്വർ കുന്നുകളാണ്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകൾ. കൃഷ്ണനദിയിൽ നിന്നും ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് തെലുങ്ക് ഗംഗ പദ്ധതി എന്നറിയപ്പെടുന്നത്. കഴിഞ്ഞില്ല. കൃഷ്ണനദിയുടെ പ്രധാന പോഷക നദികളാണ് തുംഗഭദ്ര, കൊയ്ന, ഭീമ, ഗൗഡപ്രഭ, മാലപ്രഭ, പാഞ്ച്ഗംഗ, മൂസി എന്നീ നദികൾ. ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്ന നദീതീരം മൂസി നദീതീരമാണ്. കൃഷ്ണനദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് നാഗാർജുന സാഗർ, അൽമാട്ടി ഡാമുകൾ. കൃഷ്ണനദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സ്റ്റേറ്റുകളാണ്. ഇനി ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി നദി. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ പശ്ചിമഘട്ടത്തിലുള്ള ത്രയംബക് കുന്നുകളിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. ഏകദേശ നീളം 1465 കിലോമീറ്റർ ആണ്. മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ 3 സ്റ്റേറ്റുകളിലൂടെയാണ് ഗോദാവരി ഒഴുകുന്നത്. പോഷക നദികൾ ഇന്ദ്രാവതി, ശബരി, മഞ്ചീര, പൂർണ്ണ, വാർധ, പെൻഗംഗ, മാനർ എന്നിവയാണ്. അടുത്ത പട്ടണങ്ങൾ, പ്രധാനപ്പെട്ട ഗോദാവരി നദിയുടെ തീരത്തുള്ള പട്ടണങ്ങൾ നാസിക് ഉണ്ട്, ഭദ്രാചലമുണ്ട്, ത്രയംബകേശ്വർ ഉണ്ട്, രാജമുന്ദ്രിയുണ്ട്. ഇതെല്ലാം PSC ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് പടിഞ്ഞാറൻ തീരസമുദ്രവും കിഴക്കൻ തീരസമുദ്രവുമാണ്. നമുക്കറിയാം, നമ്മൾ ഇന്ത്യയുടെ ഒരു വരയിട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്ത് കാണുന്നത് പടിഞ്ഞാറൻ തീരസമുദ്രമാണ്, ഇപ്പുറത്ത് കാണുന്നത് കിഴക്കൻ തീരസമുദ്രമാണ് അല്ലെ. പടിഞ്ഞാറൻ തീരസമുദ്രം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. എന്നാൽ കിഴക്കൻ തീരസമുദ്രം ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമുദ്രം. എന്നാൽ സുന്ദർബൻ പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് കിഴക്കൻ തീരപ്രദേശം. താരതമ്യേന വീതി കുറവാണ് പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്. എന്നാൽ വീതി താരതമ്യേന കൂടുതലാണ് കിഴക്കൻ തീരസമുദ്രത്തിന്. അടുത്തത് ഗുജറാത്ത് തീരസമുദ്രം, കൊങ്കൺ തീരസമുദ്രം, മലബാർ തീരസമുദ്രം എന്നിങ്ങനെ നമുക്ക് ഇവിടെ 3ആയിട്ട് പശ്ചിമ തീരസമുദ്രത്തെ വേർതിരിക്കാം. എന്നാൽ കോറമണ്ഡൽ തീരസമുദ്രം, വടക്കൻ സിർക്കാസ് തീരസമുദ്രം എന്നിങ്ങനെ 2ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കിഴക്കൻ തീരസമുദ്രത്തെ വേർതിരിക്കാൻ കഴിയുന്നത്. ഇത് കായലുകളും അഴിമുഖങ്ങളും പടിഞ്ഞാറൻ തീരസമുദ്രത്ത് കാണപ്പെടുന്നു.
എന്നാൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നതാണ് കിഴക്കൻ തീരസമതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തത് കാർഷിക വിളകൾ, വിളയിറക്കൽ കാലം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിളകൾ നമുക്ക് നോക്കാം. ഒന്ന് ഖാരിഫ് വിളകൾ. ഖാരിഫ് വിളയുടെ വിളവിറക്കൽ കാലം ജൂൺ മാസത്തിലാണ്, അതായത് മൺസൂണിന്റെ ആരംഭത്തിലാണ്. വിളവെടുക്കുന്നത് നവംബർ ആദ്യവാരത്തിൽ, അതായത് മൺസൂണിന്റെ അവസാനം. പ്രധാനപ്പെട്ട വിളകൾ ഖാരിഫ് വിളകളാണ് നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. അടുത്തത് റാബി വിളകളാണ്. നവംബർ മധ്യത്തിലാണ്, അതായത് ശൈത്യകാല ആരംഭത്തിലാണ് റാബി വിളകളുടെ വിളയിറക്കൽ കാലം. വിളവെടുക്കുന്നത് മാർച്ചിലാണ്, അതായത് വേനലിന്റെ ആരംഭത്തിലാണ് റാബി വിളകളുടെ വിളവെടുപ്പൽ കാലം. പ്രധാനപ്പെട്ട റാബി വിളകൾ ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ എന്നിവയാണ്. അടുത്തത് സെയ്ദാണ്. സെയ്ദ് വിളയിറക്കൽ കാലം മാർച്ചാണ്, അതായത് വേനലിന്റെ ആരംഭത്തിലാണ്. വിളവെടുപ്പ് കാലം ജൂണിലാണ്, അതായത് മൺസൂണിന്റെ ആരംഭത്തിലാണ്. പ്രധാനപ്പെട്ട സെയ്ദ് വിളകള് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ്. അടുത്തത് നമ്മൾ ഓരോ പ്രധാനപ്പെട്ട ഇതിലേക്ക് പോവാണ്. നെല്ലിലേക്ക് ഒന്ന് പോവാണ്. നെല്ല് ഭക്ഷ്യവിളകളുടെ ഉത്പാദനത്തിൽ നെല്ലിന് 1-ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയായ നെല്ല് ഒരു ഖാരിഫ് വിളയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഉയർന്ന താപനിലയും, അതായത് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ധാരാളം മഴയും 150 സെന്റിമീറ്ററിൽ കൂടുതൽ നെൽകൃഷിക്ക് അനിവാര്യമാണ്. അതായത് ഉയർന്ന താപനില 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില വേണം, അതുപോലെ മഴ വേണം. എത്ര? 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും നെൽകൃഷിക്ക് ആവശ്യമാണ്. മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യങ്ങളോടെ നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. നദീതടങ്ങളിലും തീരസമുദ്രങ്ങളിലുമാണ് മുഖ്യമായും നെൽകൃഷി ചെയ്യുന്നത്. ശിവാലിക് പർവ്വത ചെരുവുകളിലും തട്ടുകളാക്കി നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. പ്രധാനമായിട്ടും നെല്ലിന്റെ ഉത്പാദനത്തിലെ ഈ പ്രദേശപ്പെട്ട എല്ലാ പോയിന്റും നിങ്ങൾ ഓർത്തു വെക്കണം. അതുപോലെ തന്നെ നെല്ല് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്ന് പശ്ചിമ ബംഗാള്, 2-ാം സ്ഥാനം ഉത്തർപ്രദേശിനാണ്, 3-ാം സ്ഥാനം പഞ്ചാബിനാണ്. ഇനി നമുക്ക് ഗോതമ്പ് നോക്കാം. രണ്ടാമത്തത് ഗോതമ്പാണ്. ഉത്പാദനത്തിൽ 2-ാം സ്ഥാനത്തിരിക്കുന്ന ഗോതമ്പാണ്. ഇന്ത്യയിൽ ഉത്പാദനത്തിൽ 2-ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് ഗോതമ്പ്. നമ്മൾ ഓൾറെഡി നെല്ലിനെ കുറിച്ച് പറഞ്ഞു. 1-ാം സ്ഥാനത്തുള്ള നെല്ലാണ്. നെല്ലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ ഗോതമ്പ് എന്താണ്? ഒരു റാബി വിളയാണ്. നെല്ല് നമ്മളൊരു ഖാരിഫ് വിളയാണെന്ന് പറഞ്ഞു. എന്നാൽ ഗോതമ്പ് എന്താണ്? ഒരു റാബി വിളയാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമമായിട്ടുള്ളത് അല്ലെ. അടുത്ത മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഒരു വിളയ്ക്ക്, ഈ വിളയ്ക്ക് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉണ്ടാവണം. 75 സെന്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഈ കണക്കുകൾ പ്രത്യേകം ഓർക്കുക കേട്ടോ. അടുത്ത ശൈത്യ കാലയളവ് ആയതിനാൽ മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി മുമ്പോട്ട് പോകുന്നത്. ഇനി ഗോതമ്പ് ഉൽപാദനത്തിൽ രാജ്യത്ത് 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. 2-ാം സംസ്ഥാനം മധ്യപ്രദേശാണ്. 3-ാം സംസ്ഥാനമാണ് പഞ്ചാബ്. പെട്ടെന്ന് ചിലപ്പോൾ ഗോതമ്പ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പഞ്ചാബിനാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്. ബട്ട് ഗോതമ്പിന്റെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം ഇപ്പോൾ നിലവിൽ പുതിയ കണക്ക് പ്രകാരം ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബാണ്. ഇനി നമ്മൾ ചോളത്തിലേക്ക് പോവാണ്. ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ 3-ാം സ്ഥാനത്തുള്ളത് ചോളമാണ്. നെല്ല് 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം ഗോതമ്പ്, 3-ാം സ്ഥാനം ചോളത്തിനാണ്. അപ്പൊ ഈ ചോളം ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ ശരാശരി 75 സെന്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ടും നമ്മുടെ ചോളം കൃഷി ചെയ്യുന്നത്. ഇനി നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണാണ് ചോളം കൃഷിക്ക് അനുയോജ്യം. ചോളം കൃഷി പ്രധാനമായിട്ടും മധ്യപ്രദേശ്, കർണാടക, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് മുഖ്യമായും ചോളം കൃഷി ചെയ്യുന്നത്. ഇവിടെ കറക്റ്റ് ഓർഡറിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. മധ്യപ്രദേശാണ് 1-ാം സ്ഥാനത്ത്. അതായത് ചോളം കൃഷി 1-ാം സ്ഥാനം മധ്യപ്രദേശാണ്, 2 കർണാടക, 3 രാജസ്ഥാൻ, 4 ഉത്തർപ്രദേശ്, 5 മഹാരാഷ്ട്രയാണ്. ഓക്കെ ആണ് കൂട്ടുകാരെ. ഇനി അടുത്ത് നമ്മൾ പരുത്തിയിലേക്ക് പോവാണ്. പരുത്തി കൃഷി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി വ്യവസായം, പരുത്തി തുണി വ്യവസായം. മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലവും 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് അനിവാര്യമാണ്. ഓക്കെ ആണ്. അടുത്തത് കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് പരുത്തിക്ക് ഏറ്റവും അനുയോജ്യം. വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ പരുത്തിയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് നമ്മൾ പരുത്തിയെ വിളിക്കുന്നത്. ഇനി പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 4-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളതെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മിൽ സ്ഥാപിതമായത് 1818 കൊൽക്കത്തയ്ക്ക് സമീപത്തുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. എന്നാൽ വൻതോതിൽ ഉൽപാദനം ആരംഭിക്കുന്നത് 1854 മുംബൈയിലാണ്. ആദ്യമായിട്ട് സ്ഥാപിതമായത് കൊൽക്കത്തയിലാണ്. വൻതോതിൽ ഉൽപാദനം ആരംഭിക്കുന്നത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപാദന കേന്ദ്രം മുംബൈ ആയതിനാൽ ഈ നഗരത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? കോട്ടോണോപോളിസ് എന്നാണ് നമ്മൾ മുംബൈ വിശേഷിപ്പിക്കുന്നത്. ഇനി മുംബൈ കഴിഞ്ഞാൽ ഗുജറാത്തിലെ അഹമ്മദാബാദാണ് പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രം. ഇനി അവിടെ നമ്മൾ അങ്ങനെ പറയുമ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ 1-ാം സ്ഥാനം ഗുജറാത്തിനാണ്, 2-ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്, 3-ാം സ്ഥാനം തെലങ്കാനയ്ക്കാണ്. ഓക്കെ. അപ്പൊ പരുത്തി തുണി വ്യവസായത്തിൽ ഇന്ത്യയിൽ നിലവിൽ 1-ാം സ്ഥാനം ആർക്കാണ്?
ഗുജറാത്ത്, 2 മഹാരാഷ്ട്ര, 3 തെലങ്കാന. അതിനടുത്ത് നമ്മൾ കൽക്കരിയിലേക്ക് ഒന്ന് പോവുകയാണ്. കൽക്കരി. ഓക്കെ, ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സാണ് കൽക്കരി. ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ് ഏതാണ്? കൽക്കരിയാണ്. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. ഇതെല്ലാം പാഠപുസ്തകത്തിലെ പോയിന്റ് ആണ്. ഈ പോയിന്റ് വെച്ചുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം PS ചോദിച്ചതുമാണ്. ഓക്കെ, അടുത്തത് പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ് പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. ജാർഖണ്ഡിലെ ജാരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. തമിഴ്നാട്ടിലെ നെയ്വേലിയിലെ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഓരോ പാഠപുസ്തകത്തിലെ പോയിന്റുകളാണ്. ഇനി ഇരുമ്പയിര് നിക്ഷേപങ്ങളും ഇരുമ്പുരുക്ക് വ്യവസായവും നോക്കാം. ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത്. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, ഡിസറൈറ്റ് എന്നീ 4 തരം ഇരുമ്പയിര് നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഇരുമ്പയിര് നിക്ഷേപങ്ങൾ ഏതൊക്കെയാണ്? മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, ഡിസറൈറ്റ് എന്നിവയാണ്. ലോകത്തെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിന്റെ 20% എവിടെയാണ്? നമ്മളുടെ ഇന്ത്യ രാജ്യത്താണ്. ഈ ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമുള്ളത്? 4ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിന്റെ 50 മുതൽ 60% വരെ ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യപ്പെടുന്നത്. ഇനി ഇരുമ്പയിരിന്റെ ആഭ്യന്തര ഉപയോഗം നിലവിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാഗ്നീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ് എന്നിവ. ഇനി ഇരുമ്പുരുക്ക് വ്യവസായത്തെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഇന്ത്യയിലെ ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കൽക്കരി പാടങ്ങൾക്ക് സമീപത്തായി കാണപ്പെടുന്നു എന്നത് ഏറെ വ്യാവസായിക പ്രാധാന്യം അർഹിക്കുന്ന കാര്യം കൂടിയാണ് അല്ലെ. നമ്മൾ കൽക്കരിയെ കുറിച്ച് ഓൾറെഡി പറഞ്ഞിരുന്നു. ഇനി അടുത്ത് മാംഗനീസ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹ ധാതുവാണ് മാംഗനീസ്. ഓക്കെ, ഇരുമ്പയിര് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ അതിനെ ചേർത്ത് വെച്ച് നമുക്ക് മാംഗനീസ് പഠിക്കാം. അപ്പൊ ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹ ധാതുവാണ് മാംഗനീസ്. ഇരുമ്പയിര് നിക്ഷേപങ്ങൾക്ക് സമീപമായി പൊതുവെ മാംഗനീസ് നിക്ഷേപങ്ങളും കണ്ടുവരുന്നുണ്ട്. ഒഡീഷയാണ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ. അപ്പൊ മാംഗനീസിന്റെ ഉൽപാദനത്തിൽ ഏറ്റവും മുമ്പിൽ ആരാണ്? ഒഡീഷയാണ്. പിന്നെ കർണാടകം, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവയാണ് മറ്റു പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ. അപ്പോൾ മാംഗനീസ് തന്നിട്ട് കർണാടകം, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഒഡീഷ ഈ സംസ്ഥാനങ്ങളുണ്ടോ? യെസ്, ഉൽപാദനത്തിലുണ്ട്. 1ാം സ്ഥാനത്ത് ആരാ? ഒഡീഷയാണ്. ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കരലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് മാംഗനീസ് ഉപയോഗിക്കുന്നു എന്ന പോയിന്റ് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകളും സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും അതിന്റെ സവിശേഷതയുമാണ്. ഒന്നാമത് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അഥവാ ടിസ്കോ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ടിസ്കോ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. എവിടെയാ? പശ്ചിമ ബംഗാളിലെ കുൾട്ടി, ബർൺപൂർ അതുപോലെ ഹിരാപൂരിലാണ്. അടുത്തത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല അതേതാണ്? അത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. അത് കർണാടകയിലെ ഭദ്രാവതിയിലാണ്. അടുത്ത ചോദ്യം നോക്കിയേ. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. ഭിലായി അല്ലെ, അതെവിടെയാ? ഛത്തീസ്ഗഡിലെ ദുർഗിലാണ് ഭിലായ് സ്ഥിതി ചെയ്യുന്നത്. അത് ആരുടെ സഹായത്തോടെ? റഷ്യയുടെ സഹായത്തോടെ. അതേ വർഷം തന്നെ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഒഡീഷയിലെ സുന്ദർഗഡിലെ ഇരുമ്പുരുക്ക് ശാലയാണ് റൂർക്കേല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല, ജർമ്മനി, ഒഡീഷ. വർഷം 59 തന്നെ. അടുത്ത 1962 യുകെയുടെ സഹായത്തോടെ സ്ഥാപിതമായത് ദുർഗാപൂർ എവിടെയാ? പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ. മറക്കണ്ട, വർഷം 1962. ഇനി അടുത്തത് വീണ്ടും റഷ്യയുടെ സഹായത്തോടെ ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഭിലായ്. ഇനി റഷ്യയുടെ സഹായത്തോടെ 1964 ജാർഖണ്ഡിലെ ബൊക്കാറോയിൽ സ്ഥാപിതമായതാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല എന്ന് പറയുന്നത്. ക്ലിയർ ആണ് മക്കളെ? ഇത്രയും കാര്യങ്ങൾ ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് നമ്മൾ ഇനി എക്കണോമിക്സിലേക്ക് കയറുകയാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്കറിയാം സ്വകാര്യ സമ്പദ് വ്യവസ്ഥകളല്ലേ. സ്വകാര്യ സമ്പദ് വ്യവസ്ഥയുണ്ട്, അതുപോലെ തന്നെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, അതുപോലെ തന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പൊ അത് മൂന്നിനെയും പ്രത്യേകം നമ്മുടെ പാഠപുസ്തകം തന്നിട്ടുണ്ട്. ആ പോയിന്റ് ഒന്ന് പഠിക്കാം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്താ? ഒന്ന്, സംരംഭകർക്ക് ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, സ്വകാര്യ സ്വത്തവകാശം, ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം, പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി,
സ്വതന്ത്രമായ കമ്പോള വ്യവസ്ഥ, ഉപഭോക്താക്കളുടെ പരമാധികാരം, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പരം മത്സരം, കിടമത്സരം. ഇതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. എന്നാൽ നമ്മൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായ സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അവിടെ പ്രധാനമായിട്ടും എന്താണ് ഉദ്ദേശം? എന്താ? ജനക്ഷേമമാണ് ഉദ്ദേശം, ലാഭമല്ല. ജനക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമാണ്. സ്വകാര്യ സംരംഭകരുടെ അഭാവമോടുണ്ടാകും. സ്വകാര്യ സ്വത്തവകാശം ഉണ്ടാവില്ല. പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതിയൊക്കെ അവിടെ ഉണ്ടാവില്ല, അതിൻ്റെയൊക്കെ അഭാവം ഉണ്ടാവും. അതുപോലെ സാമ്പത്തിക സമത്വം അവിടെ പ്രധാന ഒരു ഘടകമായിരിക്കും. ഇതാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത് രണ്ടുകൂടെ ചേർന്ന് വരുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷത എന്തൊക്കെയാണ്? പൊതുമേഖലയും സ്വകാര്യ മേഖലയും നിലനിൽക്കുന്നു. ആസൂത്രണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനമായിരിക്കും ഉണ്ടാവുക. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. സ്വകാര്യ സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക നിയന്ത്രണവും നിലനിൽക്കുന്നുണ്ട്. രണ്ടിന്റെയും കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഗുണങ്ങളെല്ലാം ചേർന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്, അല്ലെ? ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 1991 പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഉദാരവൽക്കരണം. അപ്പൊ ഈ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഉദാരവൽക്കരണം ഉണ്ട്, ലിബറലൈസേഷൻ ഉണ്ട്, സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ ഉണ്ട്, ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങളാണ്. ഇനി പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോൾ നരസിംഹറാവു ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. മൻമോഹൻ സിംഗ് ആരായിരുന്നു? ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്നു. ഇനി രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തലാണ് ഈ ഉദാരവൽക്കരണം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത്. ഇനി ഉദാരവൽക്കരണ നടപടികൾക്ക് 1985 തന്നെ ഇന്ത്യയിൽ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഉദാരവൽക്കരണത്തിന്റെ ഫലമായിട്ട് നടപ്പിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ എന്ത് ചെയ്തു? ലഘൂകരിച്ചു. ഇറക്കുമതി ചുങ്കവും നികുതികളും കുറച്ചു. വിദേശ വിനിമയ ചട്ടങ്ങളിൽ മാറ്റം വരുത്തി. കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം, അടിസ്ഥാന വ്യവസായങ്ങൾ എന്നിവയിൽ സർക്കാർ പങ്കാളിത്തം എന്ത് ചെയ്തു? കുറച്ചു. അടുത്ത, ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി ചില മേഖലകളിൽ സർക്കാർ ഇടപെടലുകൾ കുറഞ്ഞു. അതോടെ സ്വകാര്യ മേഖലയുടെ പ്രാധാന്യം വർദ്ധിച്ചു, അല്ലെ? യെസ്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഇങ്ങോട്ടേക്കാ, നമ്മുടെ RBIയിലേക്കാണ്. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തൊക്കെയാ ധർമ്മങ്ങൾ? ഒന്നാമത്തത് നോട്ട് അച്ചടിച്ചിറക്കലാണ് ഒരു പ്രധാനപ്പെട്ട ധർമ്മം. ആ നോട്ട് അച്ചടിച്ചിറക്കലുമായി ബന്ധപ്പെട്ട് ചില പോയിന്റ് ഉണ്ട്. എന്താ? 1 രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ആരാണ്? ഭാരതീയ റിസർവ് ബാങ്ക് ആണ്. അപ്പൊ 1 രൂപ നോട്ട് ആരാ? 1 രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. അതുപോലെ നോട്ടടിക്കുന്നതിന് ഒരു നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യ ശേഖരമോ കരുതലായി സൂക്ഷിക്കും. എന്നിട്ടാണ് നോട്ടടിക്കുന്നത്. അല്ലാതെ നമ്മൾ പലപ്പോഴും കൊച്ചിലേക്ക് വിചാരിച്ചിട്ടുണ്ടല്ലേ, ഈ നമുക്ക് ഇനി സാമ്പത്തിക മാന്ദ്യമൊക്കെ വരുന്നത് രാജ്യത്തിന് കുറെ നോട്ടം അടിച്ചിറക്കാൻ മതിയെന്ന്. അങ്ങനെയൊന്നും പറ്റില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ആകെ മോശമായി പോകും, തകിടം പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്ന, ഒരു പണം അടിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ നോട്ട് അടിക്കുമ്പോൾ അവിടെ സ്വർണം അതിന്റെ അതേ മൂല്യത്തിന് സ്വർണമോ വിദേശ നാണ്യ ശേഖരമോ വെക്കും കേട്ടോ. അടുത്തത് രണ്ടാമത്തെ ധർമ്മമാണ് വായ്പ നിയന്ത്രിക്കൽ. RBIയുടെ രണ്ടാമത്തെ ധർമ്മം വായ്പ നിയന്ത്രിക്കൽ. അതിനകത്ത് എന്തൊക്കെ വരും? പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് ഈ വായ്പ നിയന്ത്രിക്കൽ RBI സാധിക്കുന്നത്. അടുത്തത്, പലിശ നിരക്ക് കൂടുമ്പോൾ എന്ത് ചെയ്യും? വായ്പയുടെ അളവ് കുറയുന്നു. പലിശ നിരക്ക് കുറയുമ്പോൾ വായ്പയുടെ അളവ് കൂടുന്നു കേട്ടോ. ഈ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അടുത്തത് മൂന്നാമത്തെ ധർമ്മമാണ് സർക്കാരിന്റെ ബാങ്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക എന്നത് റിസർവ് ബാങ്കിന്റെ ധർമ്മമാണ്. ഇതനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് വായ്പ നൽകുകയും മറ്റ് ബാങ്കിങ് സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്കാണ്. അടുത്തത്, സർക്കാരുകൾക്കായിട്ട് ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് യാതൊരു പ്രതിഫലവും ആര് വാങ്ങുന്നില്ല? RBI വാങ്ങുന്നില്ല. അടുത്ത നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട ധർമ്മമാണ് ബാങ്കുകളുടെ ബാങ്ക്. എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ബാങ്കുകൾക്ക് ഉപദേശം നൽകുകയും ചെയ്യുക എന്നത് റിസർവ് ബാങ്കിന്റെ ധർമ്മമാണ്. റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകളുടെയും പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ അവസാന ആശ്രയമായി പ്രവർത്തിക്കുന്നു. ഇത്രയുമാണ് പ്രധാനമായിട്ടും റിസർവ് ബാങ്കുകളുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ബാങ്കിനെ കുറിച്ച് ഒരു കോളം നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്, അതും കൂടെ നോക്കി പോവാം. ഒന്നെന്താണ്? എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതാണ് എക്സിന്റെ ആ ഒരു ഷോർട്ടിന്റെ വിപുലീകരണം എന്ന് പറയുന്നത്. എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നുള്ളതാണ്. അതാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ. അതിന്റെ സവിശേഷത എന്താ? ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുകയാണ് ഈ എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യയുടെ
ലക്ഷ്യം എന്ന് പറയുന്നത്. അത് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകുന്നു. രണ്ടാമത്തത് ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക്, അതായത് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് സിഡ്ബി. സിഡ്ബിയുടെ ലക്ഷ്യം എന്താണ്, സവിശേഷത എന്താണ്? പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്നത് ഈ സിഡ്ബി ആണ്. അതുപോലെ തന്നെ ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുകയാണ് സിഡ്ബിയുടെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അടുത്ത നെബാർഡ്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ആ പേര് തന്നെയാണ് നെബാർഡ്. എന്തിനാ? ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് നെബാർഡ്. ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കാണിത്. കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നതും ആരാണ്? നെബാർഡാണ്. ഓക്കെ, യെസ്. അടുത്തതിന് ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ്. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓരോ പോയിന്റ് നോക്കാം. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേകം നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമാവുകയും ചെയ്തത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഫലമായിട്ടാണ്. ഇവിടെ ഈ നിയമത്തിന്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ടവയാണ് ഉപഭോക്തൃ കോടതികൾ എന്ന് പറയുന്നത്. ഇനി ഈ നിയമം അനുശാസിക്കുന്ന ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ. ഒന്നാമത്തത്, ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അവകാശം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അടുത്തത്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശം. അടുത്തത്, ന്യായവിലയ്ക്ക് സാധനവും സേവനവും ലഭിക്കാനുള്ള അവകാശം. അധികാരികളുടെ മുമ്പിൽ തർക്കങ്ങൾക്ക് പരിഹാരം തേടാനുള്ള അവകാശം. ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം. ഇത്രയും അവകാശങ്ങൾ നമ്മുടെ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം നമുക്ക് നൽകുന്ന അവകാശങ്ങളാണ്. അപ്പൊ ഇതൊക്കെ PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്, പല പരീക്ഷകളിലായിട്ട് പലതും തെറ്റിച്ചിട്ട് കൂടുതൽ ഉൾപ്പെടാത്തത് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. യെസ്. അടുത്ത് നമ്മൾ പോകുന്നത് പ്രധാനപ്പെട്ട ചില പദ്ധതികളും അതിന്റെ ലക്ഷ്യങ്ങളുമാണ്. ഒന്നാമത്തത് ICDS ആണ്, അഥവാ സംയോജിത ശിശു വികസന സേവന പരിപാടി. അപ്പൊ അതിന്റെ ലക്ഷ്യം എന്താണെന്ന് നോക്കാം. 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം, ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യ പരിപാലനം, ഇതാണ് ICDSന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇനി അടുത്തത് സമഗ്ര ശിക്ഷാ അഭിയാൻ അഥവാ SSA, RMSA പദ്ധതികൾ സംയോജിപ്പിച്ചിട്ടാണ് സമഗ്ര ശിക്ഷാ അഭിയാന് രൂപം നൽകിയത്. അപ്പൊ അത് കേൾക്കുമ്പോൾ അറിയാം, സമഗ്ര ശിക്ഷ എന്ന് പറയുന്ന അഭിയാൻ എന്താണ്? സാർവത്രിക വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി വരെ ഉറപ്പുവരുത്തുന്നതാണ് പദ്ധതിയാണ് SSA എന്ന് പറയുന്നത്. തുല്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുക, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുക, അതുപോലെ SCRT, ഡയറ്റ് തുടങ്ങിയ അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ സമഗ്ര ശിക്ഷാ അഭിയാന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് RUSA ആണ്, രാഷ്ട്രീയ ഉച്ചതല ശിക്ഷാ അഭിയാൻ. ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുക, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുക എന്നതാണ് രാഷ്ട്രീയ ഉച്ചതല ശിക്ഷാ അഭിയാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീമാണ്. യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുക, തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നതാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതും കഴിഞ്ഞു. ഇതെല്ലാം പാഠപുസ്തകമാണ്. ഇനി അടുത്തത് പാഠപുസ്തകത്തിൽ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ നമുക്ക് നോക്കാം. 1. പാർലമെന്ററി ഭരണ സമ്പ്രദായം. 2. മൗലികാവകാശങ്ങൾ. 3. മൗലിക കർത്തവ്യങ്ങൾ. 4. നിർദ്ദേശക തത്വങ്ങൾ. 5. നിയമവാഴ്ച. 6. സംയുക്ത വ്യവസ്ഥ, അതായത് ഫെഡറൽ സിസ്റ്റം. 7. എഴുതപ്പെട്ട ഭരണഘടന. 8. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഇത്രയുമാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി ഭരണഘടന ഭേദഗതികൾ കൂടി നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടന പ്രധാനപ്പെട്ട ഭേദഗതികൾ നോക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഭേദഗതികൾ. 101 ഭരണഘടനാ ഭേദഗതി വന്നത് 2016. ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 2017 ജൂലൈ 1 GST നികുതി സമ്പ്രദായം നടപ്പിലാക്കിയത്. അപ്പൊ GST വന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 101 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതെന്നാ 2016 101 ഭരണഘടനാ ഭേദഗതി. അപ്പൊ ഇതിലൂടെയാണ് GST വരുന്നത്. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 അടുത്തത് 2018 102 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകുന്നത്. ഓക്കെ, 102 അപ്പൊ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഭരണഘടനാ പദവി ലഭിക്കുന്നു. അടുത്തത് 103 ഭരണഘടനാ ഭേദഗതി. 2019 103 ഭരണഘടനാ ഭേദഗതി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങളുള്ളവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയത് 103 ഭരണഘടനാ ഭേദഗതിയാണ്. ഓക്കെ, അപ്പൊ 101 GST, 102 ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി, 103 എന്താണ്? മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് 10% സംവരണം, 104 എന്താണ്? ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും ആംഗ്ലോ ഇന്ത്യൻസിനുണ്ടായിരുന്ന സംവരണം നീക്കം ചെയ്തു. ഇതാണ് 104 ഭരണഘടനാ ഭേദഗതി. ഇത് 2020. ഓക്കെ ആണ് കൂട്ടുകാരെ. അടുത്തത് നമ്മൾ സയൻസിലേക്ക് പോവാണ്.
സയൻസിൽ ഇവിടെ കുറെ സാധനം കൊടുത്തിട്ടുണ്ട്. സെറിബ്രം, സെറിബെല്ലം, മെഡുല ഓംബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോ തലാമസ്. അപ്പൊ ഇതിന്റെയൊക്കെ പോലെ പോയിന്റുകൾ, പല ബുള്ളറ്റിൻ പോയിന്റുകൾ പാഠപുസ്തകത്തിലുണ്ട്. എല്ലാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് ആദ്യം സെറിബ്രത്തിലേക്ക് പോവാം. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം, ഈ കാണുന്ന ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു. സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും നമ്മൾ വിളിക്കുന്നു. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം ഏതാണ്? സെറിബ്രമാണ്. അടുത്തത് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. സെറിബെല്ലം. ഈ കാണുന്നത് സെറിബെല്ലം ആണ്. അപ്പൊ സെറിബെല്ലം എന്താ? മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. സെറിബെല്ലം രണ്ടാമത്തെ വലിയ ഭാഗമാണ്. സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ടു ദളങ്ങളായി കാണപ്പെടുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഈ കാണുന്നതാണ്. ദളങ്ങളായി കാണപ്പെടുന്നു. ചുളിവുകളും ചാലുകളുമുണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലന നില പാലിക്കുന്നത് ആരാണ്? സെറിബെല്ലം ആണ് കേട്ടോ. സെറിബെല്ലം ആണ്. ഓക്കെ, യെസ്. അടുത്തത് മെഡുല ഓംബ്ലാങ്കേറ്റ. മെഡുല ഓംബ്ലാങ്കേറ്റ എന്താണ്? സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തിനോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നത് ഈ കാണുന്നതാണ് എന്ത്? നമ്മുടെ മെഡുല ഓംബ്ലാങ്കേറ്റ എന്ന് പറയുന്നത്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മെഡുല ഓംബ്ലാങ്കേറ്റയാണ്. ഇനി നമ്മൾ തലാമസിലേക്ക് പോവാണ്. തലാമസ് സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു. കാണുന്ന ഇതാണ് സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്ന ഈ ഭാഗമാണ് തലാമസ് എന്ന് പറയുന്നത്. സോ സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു. ഇനി അടുത്ത ഹൈപ്പോ തലാമസ് ആണ്. തലാമസിന് തൊട്ടു താഴെയായിട്ട് കാണപ്പെടുന്നത് ഹൈപ്പോ തലാമസ് ആണ്. തലാമസിന് തൊട്ടു താഴെയായി ഈ കാണപ്പെടുന്നതാണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. അവിടെ ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ ഹൈപ്പോ തലാമസ് ആണ്. ക്ലിയർ ആണല്ലോ കൂട്ടുകാരെ? യെസ്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. ശ്വേതരക്താണുക്കളും പ്രതിരോധ പ്രവർത്തനവും. ശ്വേതരക്താണുക്കളാണ് ന്യൂട്രോഫില്, ബേസോഫില്, ഇസിനോഫില്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. സോ എന്താണ് ന്യൂട്രോഫിലിന്റെ പ്രതിരോധ പ്രവർത്തനം? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നു എന്നതാണ് ന്യൂട്രോഫിൽ എന്ന ശ്വേതരക്താണുവിന്റെ പ്രതിരോധ പ്രവർത്തനം. ഇനി ബേസോഫിലിന്റെ പ്രതിരോധ പ്രവർത്തനം എന്താ? മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. ഇതാണ് ബേസോഫിലിന്റെ പരിപാടി. ഇനി അടുത്ത ഇസിനോഫിലോ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു, വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായുള്ള രാസവസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്നു. ഇനി അടുത്ത മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് മോണോസൈറ്റ് ആണ്. അടുത്ത ലിംഫോസൈറ്റോ രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നത് ആരാണ്? ലിംഫോസൈറ്റ് എന്ന ശ്വേതരക്താണുക്കളാണ്. ഓക്കെ ആണ് കൂട്ടുകാരെ? യെസ്. അടുത്തേക്ക് പോകാലോ. അടുത്ത പ്ലാസ്മ. പ്ലാസ്മ നമ്മുടെ രക്തത്തിന്റെ 55% വരുന്ന ഇളം മഞ്ഞ നിറമുള്ള ദ്രാവകമാണ് പ്ലാസ്മ. രക്തകോശങ്ങൾ പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത്. ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകള്, ഫാറ്റി ആസിഡുകള്, ഗ്ലിസറോള് തുടങ്ങിയ ലഘുഘടകങ്ങൾ കോശത്തിലെത്തുന്നത് പ്ലാസ്മയിലൂടെയാണ്. ഇതിനോട് ചിത്രം തന്നിട്ടുണ്ട്. പ്ലാസ്മ, ഈ പ്ലാസ്മയിലെ 90 അല്ലെങ്കിൽ 92% വരെ എന്താ? ജലമാണ്, വെള്ളമാണ്. അതിനകത്ത് 7.8% എന്താ? പ്രോട്ടീനാണ്. പിന്നെ മറ്റു ഘടകങ്ങളുണ്ട്. അപ്പോൾ പ്ലാസ്മ എന്ന് പറയുന്നത് പ്ലാസ്മയിലെ നമ്മളെ 90-92% എന്താ? ജലമാണ്. 7.8% എന്താ? പ്രോട്ടീനാണ്. ബാക്കിയുള്ളത് മറ്റു ഘടകങ്ങൾ ഉണ്ടാകാണ്. മറ്റു ഘടകങ്ങൾ എന്തൊക്കെയാ? കൊഴുപ്പ്, ലവണങ്ങൾ, യൂറിയ, പഞ്ചസാര, ഹോർമോൺ മുതലായവയാണ്. ഇനി നമ്മൾ പ്രോട്ടീൻ, നമ്മുടെ പ്ലാസ്മയിലുള്ള പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. ആൽബുമിൻ എന്താ പ്രത്യേകത? രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതാണ് പ്ലാസ്മയിലെ പ്രോട്ടീനുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ കൂട്ടുകാരെ? യെസ്. അടുത്തത് രക്തക്കുഴലുകളിലേക്ക് പോവാണ്. സോ രക്തക്കുഴലുകളിൽ ഇവിടെ സിരയുണ്ട്, വെയിൻ ഉണ്ട്, ധമനി ഉണ്ട്, ആർട്ടറി ഉണ്ട്, ലോമികളുണ്ട്. അപ്പൊ എന്താണ് സിര? രക്തക്കുഴലുകളുടെ സിര എന്താണ്? രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നത് സിരകളാണ്. കനം കുറഞ്ഞ ഭിത്തിയാണ്. ഉള്ളിൽ വാൾവുകൾ കാണപ്പെടുന്നു. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ഇനി നമ്മൾ ധമനിയിലേക്ക് വരികയാണെങ്കിൽ ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്നത് ആരാണ്? ധമനികളാണ്. ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തിയാണ് ധമനികൾ. അടുത്ത ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഇതുവഴി ഒഴുകുന്നത്. അടുത്ത ലോമികകൾ. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ. ഒറ്റനിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തിയാണ്. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്.
വാൽവുകൾ കാണപ്പെടുന്നില്ല. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ഇനി അടുത്തത് പേശികളും പേശി കോശങ്ങളും പ്രത്യേകതകൾ നോക്കാം. ഒന്ന് അസ്ഥിപേശി അഥവാ രേഖാങ്കിത പേശി. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടും. നമ്മുടെ അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നത് അസ്ഥിപേശിയാണ്. സിലിണ്ടർ ആകൃതിയുള്ള കോശങ്ങളാണ്. കുറുകെ വരകൾ കാണപ്പെടുന്നു. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നത് നമ്മുടെ എന്താ? അസ്ഥിപേശികളല്ലേ. അടുത്തത് മിനുസപേശി അഥവാ രേഖാശൂന്യപേശി. ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കുഴലിലും കാണപ്പെടുന്ന പേശികളാണ് മിനുസപേശി എന്ന് പറയുന്നത്. സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളാണ്. കുറുകെ വരകളില്ല. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഇതാണ് മിനുസപേശിയുടെ പ്രത്യേകതകൾ. ഇനി അടുത്തത് ഹൃദയപേശിയാണ്. പേരിൽ തന്നെ ഉണ്ട് എന്താ? ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നു. ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ്. കുറുകെ വരകൾ കാണപ്പെടുന്നു. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഇതാണ് ഹൃദയപേശിയുടെ പ്രത്യേകതകൾ. ഓക്കെ നോട്ട്. അങ്ങനെ നമ്മുടെ 50 SCRT NCRT ചോദ്യങ്ങൾ കഴിഞ്ഞു. ഈ ചോദ്യങ്ങൾ ഇത്രയും സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ 2023 കറണ്ട് അഫയേഴ്സ് പെട്ടെന്ന് പറഞ്ഞു പോകാം. ചെറുധാന്യങ്ങളുടെ വർഷമായി UN ആചരിച്ചത് 2023. 65ാമത് ഗ്രാമി പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ വംശജനായ സംഗീതജ്ഞനാണ് റിക്കി കേജ്. 2023 ആഗോള ബുദ്ധമത ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹി. 19ാമത് ഏഷ്യൻ ഗെയിംസ് അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് അവിനാശ് മുകുന്ദ് സാംബ്ലെ. എന്തിനാ? 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിലാണ് അവിനാശ് മുകുന്ദ് സാംബ്ലെ 19ാമത് ഏഷ്യൻ ഗെയിംസ് അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടിയത്. അടുത്തത് 2023 50ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ സ്ത്രീകളുടെ സന്നദ്ധ സംഘടനയാണ് സേവ മീൻസ് സെൽഫ് എംപ്ലോയിഡ് വിമൻ അസോസിയേഷൻ. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ലിഥിയത്തിന്റെ വൻ നിക്ഷേപം കണ്ടെത്തിയ പ്രദേശം ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയാണ്. ലിഥിയത്തിന്റെ വൻ നിക്ഷേപം ജമ്മു കാശ്മീരിലെ റിയാസി ജില്ല. അത് 2023 ഫെബ്രുവരിയിൽ ഇന്ത്യ ജപ്പാൻ സായുധ സേനകൾ ജപ്പാനിൽ നടത്തിയ അഭ്യാസ പ്രകടനം ധർമ്മ ഗാർഡിയൻ ആണ്. അടുത്തത് നീതി ആയോഗിന്റെ പുതിയ CEO ആയി 2023 ഫെബ്രുവരിയിൽ നിയമിതനായത് BVR സുബ്രഹ്മണ്യം. അടുത്ത ഭൂകമ്പ ബാധിതമായ തുർക്കി, സിറിയ എന്നിവിടങ്ങളിലെ ജനങ്ങളെ സഹായിക്കുന്നതിനായിട്ട് 2023 ഇന്ത്യ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത്. അടുത്ത 2023 പത്മശ്രീ പുരസ്കാരം നേടിയ കേരളത്തിലെ കളരിപ്പയറ്റ് ആചാര്യൻ SDR പ്രസാദ് ആണ്. അടുത്തത് മുൻ റിസർവ് ബാങ്ക് ഗവർണർ CD ദേശ്മുഖിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനാണ് മുംബൈ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ബിപ്പോർജോയി. ഇന്ത്യയും ഈജിപ്തും തമ്മിൽ നടക്കുന്ന ആദ്യ സംയുക്ത സൈനികാഭ്യാസം സൈക്ലോൺ 1. ഇന്ത്യയും ഈജിപ്തും ആണ്. അടുത്ത യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ 2023 മികച്ച ടൂറിസം ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഗ്രാമമാണ് ദോർദോ ഗ്രാമം. അടുത്ത 2023 ദേശീയ സ്കൂൾ അത്ലറ്റിക്സിലെ ജേതാക്കൾ ഹരിയാന. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം M ശ്രീശങ്കർ. മറക്കണ്ട. ഓക്കെ. അടുത്തത് 2023 ജൂലൈയിൽ നാഷണൽ പബ്ലിക് ഹെൽത്ത് എക്സലൻസ് അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അടുത്തത് 2023 സാഹിത്യ നോബൽ പുരസ്കാര ജേതാവാര ജോൺ ഫോസെയാണ്. ജോൺ ഫോസെ 2023 സാഹിത്യം ജോൺ ഫോസെ. അടുത്ത 45ാമത് യൂറോപ്യൻ എസേസ് പ്രൈസിന് അർഹനായത് അരുന്ധതി റോയ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ 2023 അക്ഷര പുരസ്കാരത്തിന് അർഹനായത് M മുകുന്ദൻ. അടുത്തത് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ പുറത്തിറക്കിയ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2023 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 40ാം റാങ്ക് ആണ്. അടുത്ത ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം നൽകുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ 2023 അവാർഡ് കരസ്ഥമാക്കിയ മലയാളി വിഷ്ണു ഗോപാൽ. അടുത്തത് 2023 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കിരീട ജേതാക്കൾ വിയ്യപുരം പുത്തം ചുണ്ടനാണ്. അടുത്ത 2023 അമ്പെയ്ത്ത് ലോക ചാമ്പ്യൻഷിപ്പിൽ വനിതാ കോമ്പൗണ്ട് ഇനത്തിൽ ഇന്ത്യക്കായി സ്വർണം കരസ്ഥമാക്കിയത് അതിഥി കോബിചന്ദ് സ്വാമിയാണ്. ഇനം മറക്കണ്ട. കോമ്പൗണ്ട് വനിതാ ചാമ്പ്യൻഷിപ്പിൽ വനിതാ കോമ്പൗണ്ട് ഇനത്തിലാണ് ഇന്ത്യക്കായി സ്വർണം നേടിയത്. അടുത്തത് ഫെൻസിംഗിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ഭവാനി ദേവിയാണ്. അടുത്തത് 2023 ഡിസംബറിൽ അന്താരാഷ്ട്ര ടെന്നീസ് ഫെഡറേഷന്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരം വിജയ് അമൃതരാജ്. 77 ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത ചന്ദ്രനിലെ സ്ഥലത്തിന് നൽകിയ പേര് ശിവശക്തി. രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥാപിതമായത് ഹൈദരാബാദ്. 2023 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്ത അതിവേഗ പാതയായ NH 275 ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ബാംഗ്ലൂരു, മൈസൂരു ആണ്. അടുത്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് സിദ്ധരൂത സ്വാമി റെയിൽവേ സ്റ്റേഷൻ ആണ്, കർണാടകയിലാണ്. യെസ്. അടുത്തത് 81ാമത് ചോദ്യം. 2023 ജനുവരിയിൽ ജപ്പാനിൽ നടന്ന ജപ്പാൻ ഇന്ത്യ സംയുക്ത സൈനികാഭ്യാസം വീർ ഗാർഡിയൻ 2023. അടുത്ത വേൾഡ് എക്കണോമിക് ഫോറം
2023 പുറത്തിറക്കിയ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127 സ്ഥാനം. അത് രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ആരംഭിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് മേരാ യുവ ഭാരത്. ഓക്കെ. അടുത്ത 84 പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥയാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. 2023 സംസ്ഥാന ഭരണഭാഷാ പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഏത് ജില്ലയാണ്? മലപ്പുറം ജില്ലയാണ്. അടുത്ത കോപ്പൻഹേഗനിൽ നടന്ന 2023 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം കരസ്ഥമാക്കിയ ഇന്ത്യൻ താരമാണ് HS പ്രണോയി. അടുത്തത് 112ാം ജന്മദിനത്തിൽ ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ വനിതാ ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ കമല സൊഹോനി. അടുത്ത രാജ്യത്ത് ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കിയ സംസ്ഥാനം നമ്മുടെ കേരളം. അടുത്ത 2023 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോഖ ചുഴലിക്കാറ്റ്. അത് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആരാ? സുരേഖ യാദവാണ്. 91 ഏത് പ്രദേശത്തിന്റെ ഭാഷയും സംസ്കാരം സംരക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടതാണ്? നിത്യാനന്ദ റായ് കമ്മിറ്റി. ലഡാക്കാണ് നിത്യാനന്ദ റായ് കമ്മിറ്റി. അടുത്ത G20 ഉച്ചകോടിയുടെ അനുബന്ധമായുള്ള തിങ്ക് 20 ഫോറം നടന്നത് എവിടെയാണ്? ഭോപ്പാലിലാണ്. അടുത്ത 2023 ദേശീയ ടൂറിസം ദിനാഘോഷങ്ങൾക്ക് വേദിയായ തെലങ്കാനയിലെ ഗ്രാമമാണ് പൊച്ചംപള്ളി ഗ്രാമം. കഴിഞ്ഞില്ല. 94 ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ബിമൽ പട്ടേലാണ്. അത് സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് കേരള പോലീസ് തയ്യാറാക്കിയ ആപ്പാണ് നിർഭയം ആപ്പ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷിക ദിനം എന്നായിരുന്നു? 2023 മാർച്ച് 30 അടുത്തത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി വിക്കറ്റ് നേടുന്ന ആദ്യ മലയാളി വനിതാ താരം ആരാ? മിന്നുമണിയാണ് കേട്ടോ, മിന്നുമണിയാണ്. അടുത്ത 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രൻ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടന സാക്ഷര ജില്ല കൊല്ലം ജില്ല. 2023 വനിതാ T20 ലോകകപ്പ് കിരീടം നേടിയത് ഓസ്ട്രേലിയ. അങ്ങനെ നമ്മുടെ 100 ചോദ്യങ്ങൾ മക്കളെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 100 ചോദ്യങ്ങൾ നമ്മൾ റിവിഷൻ നടത്തിയിരിക്കുന്നു, നന്നായിട്ട് പഠിച്ചിരിക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടേ? 20 മാർക്കിന്റെ 20 മിനിറ്റിലുള്ള പരീക്ഷ, 100 മാർക്കിന്റെ പരീക്ഷ. അത് എവിടെ കിട്ടും? ലിങ്ക് എവിടെ കിട്ടും? നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. എന്നിട്ട് PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഇതിന്റെ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. ഓക്കെ ആണ്. അപ്പോൾ നല്ല ഉഷാറായിട്ട് പഠിക്കുക. അവിടെ ഉഷാർ വരട്ടെ. നമ്മുടെ മടിയൊക്കെ മാറ്റി വെക്കട്ടെ. LDCയും LGS ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. നമുക്ക് ഈ ജോലി മേടിക്കണം അല്ലേ? മേടിക്കണം. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.